ഹായ്, എല്ലാവർക്കും നമസ്കാരം. മെറിലാൻഡ് പ്രൊഡക്ഷന്റെ വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ സിനിമ കണ്ടു വന്നേ ഉള്ളൂ. മെറിലാൻഡ് പ്രൊഡക്ഷനിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഒരുക്കിയ വർഷങ്ങൾക്ക് ശേഷം, വെള്ളി വരുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. വർഷങ്ങൾക്ക് ശേഷത്തില് എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നൊന്നും കൂടുതലായിട്ടൊന്നും പറയണ്ട. എന്താ പറയുക, ഒരു മാരത്തോൺ ഇൻ്റർവ്യൂ തന്നെ ഇതിൻ്റെ റിലീസിന് മുമ്പ് ഇതിൻ്റെ താരങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്ഷനിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂട്യൂബിൽ നോക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫിൻ്റെ അടികളും എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പടത്തിൻ്റെ കാര്യത്തിലേക്ക് ആദ്യം തന്നെ പോവാം. പടത്തിൻ്റെ സ്റ്റാർ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, അതുപോലെ തന്നെ അജു വർഗീസ്, ബേസിൽ ജോസഫ്, നിവിൻ പോളി. ഇപ്പൊ തന്നെ ഈ ഒരു 6 പേരുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എത്ര വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണെന്ന്. അപ്പോൾ ഈ പടത്തിന്റെ മൂല്യവും ഈ സ്റ്റാർ കാസ്റ്റിനനുസരിച്ചിട്ട് ഉയർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ പടത്തിന്റെ ഒരു പ്ലോട്ടിലേക്ക് നമുക്ക് വരാം. പ്ലോട്ടിലോട്ട് വരുമ്പോൾ ഈ സിനിമ 80s നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. കാരണം പടം ഏതോ ഒരു ഗ്രാമത്തിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവിടെ ധ്യാൻ ശ്രീനിവാസനെ ആദ്യം കാണിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ സ്കൂളുകൾ അതുപോലെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കലയോടുള്ള അതിൻ്റെ അഭിനിവേശവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അതിനേക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും എങ്ങനെ കണ്ടുമുട്ടുന്നു, അവർ എങ്ങനെ സുഹൃത്തുക്കളായി മാറുന്നു, വേർപിരിയാൻ പറ്റാത്ത ഒരു സുഹൃത്തുക്കളായി മാറുന്നു. ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയോടൊപ്പം തന്നെ വളരെ മൂല്യമുള്ള പ്രണയവും ഇതിനകത്ത് സംസാരിച്ചു പോകുന്നുണ്ട്. പ്രണയത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കല്യാണി പ്രിയദർശനും പ്രണവ് മോഹൻലാലും തമ്മിലുള്ള പ്രണയം തന്നെയാണ് അതിന് മുന്നോടിയായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പ്രണയവും അത് കല്യാണത്തിൽ പരിഗണിക്കുന്നതായിട്ടും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ സിനിമാ മോഹങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരല്ല സത്യത്തിൽ. അവരുടെ കലയും അഭിവാസവും ചെയ്ത് പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് അവർ മദ്രാസിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നും മദ്രാസിലേക്ക് വരുമ്പോൾ ഈ പടത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് മാറുകയാണ്. അതിനകത്തോട്ട് അജു വർഗീസ് വരുന്നു. അതുപോലെ തന്നെ മദ്രാസിലുള്ള കുറേ കഥാപാത്രങ്ങൾ വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരാൾ വളരെ സക്സസ്ഫുൾ ആയി പോവുകയും ഒരാൾ വളരെ ഡൗൺ ആയി പോവുകയും ചെയ്യുന്നു. ഈ ഡൗൺ ആയി പോകുന്ന ആളെ, അതായത് പ്രണവ് മോഹൻലാലാണ് ഡൗൺ ആയി പോകുന്നത്. പക്ഷേ അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ സുഹൃത്ത് ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുകയും അവർ സ്പ്രെഡായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സക്സസിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആൾക്ക്, സിനിമാ ലോകത്ത് സക്സസിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു പതനം സംഭവിക്കുകയും ആ പതനത്തിൽ മറ്റൊരാൾ, ഈ പ്രണവ് മോഹൻലാൽ ആയിട്ടുള്ള കഥാപാത്രം അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ അവമാനിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പതനത്തിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രണവ് മോഹൻലാൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അതിലേക്ക് വരുമ്പോൾ ഈ കറണ്ട് ന്യൂ ജനറേഷൻ തരത്തിലേക്ക് ഒരു സിനിമ ഇവർ രണ്ടുപേരും കൂടി കൊണ്ടുവരികയും അത് സക്സസ് ആവുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ പുതിയ സിനിമയിലോട്ട് വരുമ്പോഴാണ് ബേസിൽ ജോസഫ്, നിവിൻ പോളി എന്നുള്ള കഥാപാത്രങ്ങൾ അതിനകത്തോട്ടൊക്കെ വരുന്നത്. അതും വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് കാണുന്നുണ്ട്. പലയിടത്തും നമ്മളുടെ സുഹൃബന്ധത്തിൻ്റെ ആ ഒരു കണക്ഷൻ കാരണം പലയിടത്തും നമ്മുടെ കണ്ണുകൾ വരെ നിറഞ്ഞു പോകുന്ന പല സീനുകളുമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ കോമഡിക്ക്, അതായത് ക്രിഞ്ചായിട്ടല്ലാത്തുള്ള രീതിയിലുള്ള കോമഡികൾക്കും പ്രാധാന്യം നൽകി വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയൊരു സിനിമയാണ് നമ്മളുടെ വർഷങ്ങൾക്ക് ശേഷത്തിലെ കഥാപാത്രത്തിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ആരും പറഞ്ഞു കേട്ടില്ല പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ ബേസിൽ ജോസഫ്, അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം, അവർ എന്തും ചെയ്യും, അവർക്ക് എന്തും സാധിക്കുമെന്ന് അവൾ ഒരിക്കലും തെളിയിച്ചിട്ടുള്ളതാണ്. വളരെ 2-3 സിനിമകൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ പ്രണവ് മോഹൻലാൽ വന്നു. അദ്ദേഹം ഒരു കോളേജ് വേഷം ചെയ്ത് നമുക്ക് ഓക്കെ എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കി. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് 100% അദ്ദേഹം ഇതിനകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പല രംഗങ്ങളിലും മോഹൻലാലിനെ അതേപടി പറിച്ചു വെച്ച പോലെ നമുക്ക് തോന്നും.
പിന്നെ ധ്യാൻ ശ്രീനിവാസൻ വളരെ മോശമായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അവർ പറയുന്നത് പോലെ തന്നെ ആ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടെടുക്കാൻ പറ്റും. കുട്ടിക്കാലത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജ് പ്രായത്തിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻസ് പ്രായമാകുമ്പോൾ എങ്ങനെയാണ്, അതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ നിവിൻ പോളി വരുമ്പോഴാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ, നിവിൻ പോളിയും അതേപോലെ ബേസിൽ ജോസഫുമാണ് ഇതിനകത്തോട്ടൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊണ്ടുവരുന്നത്. അതിനെ എന്താ പറയുക, അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അജു വർഗീസിൻ്റെ കഥാപാത്രവും അതിനകത്തോട്ട് വരുന്നു. വളരെ മനോഹരമായിട്ടുള്ള സെക്കൻഡ് ഹാഫ് നമ്മളെ എല്ലാവരും സംതൃപ്തിപ്പെടുത്തുന്നത്. എനിക്ക് 100% വിശ്വാസമുണ്ട് ജനം തിയേറ്ററിലേക്ക് അരച്ച് കയറും ഈ സിനിമ കാണാൻ. അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.